ഞാൻ എത്ര തവണ പറഞ്ഞതാ ക്രിസ്റ്റി, ഇനി അവളെ കാണാൻ ഇവിടെ വരരുതെന്ന്. എനിക്ക് അവളെ കാണണം. സ്റ്റെല്ല ഇവിടെ വരാറില്ല. അല്ലെങ്കിൽ തന്നെ മോന്റെ അച്ഛന്റെ ആൾക്കാരും ജോസഫ് സാറിന്റെ ആൾക്കാരും കൂടി ഞങ്ങൾക്ക് കിടക്കപ്പുറത്ത് തരുന്നില്ല. മോനായിട്ട് ഇനി ഞങ്ങളെ കൊല്ലാക്കൊല ചെയ്യരുത്. എനിക്ക് അവളെ വേണം, എനിക്ക് അവളെ വേണം. ക്രിസ്റ്റി, നീ ബഹളം വെക്കാതെ വണ്ടി പോയിരിക്കെ, ഞാൻ സംസാരിച്ച് സെറ്റാക്കാം. നിനക്കറിയാലോ എന്റെ മനസ്സിൽ അവളാന്ന്. എടാ എനിക്കറിയാം, ഞാൻ സംസാരിക്കാം, സെറ്റാക്കാം. ചെല്ല് ചെല്ല് ചെല്ല്. ക്രിസ്റ്റിയുടെ ഫ്രണ്ടാണ് പറയല്ല, അവന്റെ സ്നേഹം ആത്മാർത്ഥമാണ് ആന്റി. ഇപ്പൊ അവൻ മെന്റലി ഡിസോർഡർ ആയിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റെല്ല ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അവന്റെ പകുതി പ്രശ്നം തീരും. നിങ്ങളോട് മര്യാദയ്ക്ക് പോകാനല്ലേ പറഞ്ഞത്? പോകാൻ. ഒരു കാര്യം ഉറപ്പാ, ആ ചേട്ടന് ചേച്ചിയോട് ആത്മാർത്ഥമായി സ്നേഹം ഉണ്ടായിരുന്നു. ചേച്ചി അത് അവോയ്ഡ് ചെയ്തോ മോശമായിപ്പോയി. അത് സ്റ്റെല്ല ക്രിസ്റ്റിയുടെ ജീവിതത്തിലേക്ക് ചെന്നാ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ജോണ്ടിക്ക് നിന്നോട് വിരോധം വെക്കേണ്ട ആവശ്യമില്ല. അല്ല, ഒന്നാലോചിച്ച അയാളുടെ രാഷ്ട്രീയ ഭാവി തിരിച്ചേൽപ്പിച്ചത് സ്റ്റെല്ലയല്ലേ? അല്ലെങ്കിൽ മന്ത്രിയാകാൻ പറ്റുമോ? അതുകൊണ്ട് അയാൾക്ക് നിന്നോട് സ്നേഹം കാണും. എന്ത് സ്നേഹം! ഒരു ദിവസം മന്ത്രിയുടെ ഗൺമാൻ എന്നെ അന്വേഷിച്ച് വീട്ടിൽ വന്നിരുന്നു. പോലീസ് ആയതുകൊണ്ട് മേമ എന്റെ ഫോൺ നമ്പർ കൊടുത്തു. മന്ത്രി ജോൺ ഡി ഫിലിപ്പിനെ അത്യാവശ്യമായിട്ട് ഗസ്റ്റ് ഹൗസിൽ ചെന്ന് ഞാൻ കാണണമെന്ന് പറയാനാ നമ്പർ വാങ്ങിയത്. എന്നിട്ട് നീ പോയോ? ഞാൻ പോയി. ഫോണിൽ സംസാരിച്ചാൽ ശരിയാവില്ലെന്ന് തോന്നിയതുകൊണ്ടാ വിളിപ്പിച്ചത്. നിന്നെ പോലെ എന്റെ ശബ്ദം റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കില്ലെന്ന് എന്താ ഉറപ്പ്? നിന്നെ പരിചയപ്പെട്ടത് മുതൽ എന്റെ മോനെ അല്ലറ ചില്ലറ മാറ്റങ്ങളൊക്കെ ഉണ്ടായതായി എനിക്കറിയാം. അവൻ നിന്നെ കാണാൻ നിന്റെ വീട്ടിൽ പല പ്രാവശ്യം വന്നിട്ടുണ്ടെന്നും എനിക്കറിയാം. ആണോ? ഞാൻ കണ്ടിട്ടില്ല. കളവ് പറയരുത്. എന്തിന്? കണ്ടെങ്കിൽ കണ്ടെന്ന് പറയാൻ ഞാനെന്തിനു മടിക്കണം? നടക്കാത്ത കാര്യത്തിന് നിന്റെ ഭാഗത്തുനിന്നൊരു വാശി ഉണ്ടാവില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. സാറെന്താണ് ഉദ്ദേശിച്ചത്? അതെ, സാധാരണ ചെറുപ്പക്കാരനെ പോലെയല്ല എന്റെ മകൻ ക്രിസ്റ്റി. അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ എന്നൊരു മാനസിക പ്രശ്നമുണ്ട് അവന്. അവന്റെ പെരുമാറ്റത്തിൽ ചില അപാകതകളൊക്കെ തോന്നിക്കാണും. മിന്നുന്നതെല്ലാം പൊന്നാണെന്ന് തിരിച്ചറിയാനുള്ള വിവേകം പോലും അവനുണ്ടായിക്കൊള്ളണമെന്നില്ല. നിന്നെ കണ്ടപ്പോ നീ എന്തോ മഹാസംഭവമാണെന്ന് അവന് തോന്നിയതിന് കാരണവും മറ്റൊന്നല്ല. അവനെ ഞാൻ മെല്ലെ നിയന്ത്രിച്ചോളാം. പക്ഷെ നീയായിട്ടിനി അവനെ പ്രോത്സാഹിപ്പിക്കരുത്. എന്റെ നിലപാട് ഞാൻ അന്നേ ക്രിസ്റ്റിയോട് പറഞ്ഞതാണ് സർ. ആ സാഹചര്യമല്ല ഇപ്പോ. നിന്നെപ്പോലെ ഒരു പെണ്ണിന്റെ മനസ്സ് മാറാൻ അധിക സമയം വേണ്ടാന്നും എനിക്കറിയാം. മന്ത്രിയുടെ മോനാകുമ്പോ താല്പര്യം കൂടുമെന്ന്. അവനൊരു ഭാവിയുണ്ട്. നിന്നെപ്പോലെ ഒരാളായിട്ട് നശിപ്പിക്കരുതെന്ന് എനിക്ക് നല്ല നിർബന്ധവുമുണ്ട്. ഒഴിവാകാൻ അല്ലറ ചില്ലറ സഹായങ്ങൾ വേണമെങ്കിൽ ഞാൻ ചെയ്യും. പക്ഷേ അതൊക്കെ എന്റെ ഔദ്യോഗിക പദവിക്ക് നിരക്കുന്നത് മാത്രം. വേണ്ട സർ, സാറിന്റെ ഒരു സഹായം എനിക്ക് ആവശ്യമില്ല. സാറിന്റെ മകൻ എന്റെ മനസ്സിൽ പോലും ഇല്ല, ഇനി ഒരിക്കലും ഉണ്ടാവുകയില്ല. ആ ഉറപ്പ് ഞാൻ തരാം, പേടിക്കണ്ട. പേടിയൊന്നുമില്ല, ആശങ്ക. ഒരാശങ്ക തോന്നിയോണ്ട് മാത്രമാണ് നിന്നെ ഞാൻ വിളിപ്പിച്ചത്. പരിഹരിക്കാൻ മറ്റു മാർഗങ്ങൾ അറിയാഞ്ഞിട്ടുമല്ല. പക്ഷേ പറയുന്ന നീ മനസ്സിലാക്കിയാൽ മനസ്സമാധാനത്തിലെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാലോ എന്ന് ഓർത്തിട്ടാ. എന്നെപ്പോലെ ഒരാളെ കണ്ണടച്ച് വിശ്വസിക്കാൻ ഞാൻ തയ്യാറായിട്ടില്ലെന്ന് കൂട്ടിക്കോ. വിശ്വസിക്കാൻ കൊള്ളാവുന്നല്ലോടെ നീ. ചുരുക്കി പറഞ്ഞ മന്ത്രിയും മന്ത്രിയുടെ എതിർകക്ഷിയും സ്റ്റെല്ലയുടെ ശത്രുക്കളായി. കേരളത്തിൽ ഈ പാർട്ടിക്കാരെ പേടിച്ചിട്ടാണെങ്കിൽ ജീവിക്കാനും പാടാം. അതും പറഞ്ഞ് പേടിച്ച് ജീവിതകാലം മുഴുവൻ ഒളിവിൽ താമസിക്കാൻ പറ്റുമോ? അല്പം ധൈര്യം കാണിക്കണം. കരയാതെ കരയാതെ മോളെ. കത്രീനാമ്മച്ചി ഉള്ളത്. ഞാനിതുവരെ ജീവിച്ചിരിക്കുന്നത് എന്റെ അമ്മച്ചി ഓർത്തിട്ട്. പാവ എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അമ്മ ജീവിച്ചിരിക്കുന്നവരെങ്കിലും ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടാവണം, അല്ലെങ്കിൽ ഞാൻ പണ്ട് ആത്മഹത്യ ചെയ്തേനെ. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിച്ചു കൂടാതെ എന്റെ പൊന്നുമോളെ.
ഞങ്ങൾ തിരിച്ച് അമേരിക്കക്ക് പോകുന്നതിന് മുന്നേ നിന്റെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കണ്ടിരിക്കും. ജീവൻ തന്ന ദൈവത്തിന് മാത്രമേ ജീവൻ എടുക്കാൻ അവകാശമുള്ളൂ. നീ ആയിട്ട് അത് അവസാനിപ്പിച്ച് പാവം വരുത്തി വെക്കരുത് മോളെ. ദൈവത്തിന് നിന്നെ കുറിച്ച് ചില പ്ലാനും പദ്ധതികളും ഉണ്ടാവും. ശത്രുക്കൾക്കിടയിൽ കർത്താവ് തന്റെ തൂവൽ കൊണ്ട് നിന്നെ മറച്ചോളും. അവിടുത്തെ ചിറകുകൾക്ക് കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയവുമായിരിക്കും.